നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഏറ്റവും വലിയ ധനസഹായ വിതരണത്തിന് നാളെ, അതായത് ഡിസംബർ മാസം 15 തിങ്കളാഴ്ച തുടക്കം കുറിക്കുകയാണ്. ക്രിസ്തുമസ്, പുതുവത്സര ആഘോഷങ്ങളെയൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ വിതരണത്തിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ സഹായം എന്നിവ ഉൾപ്പെടെ വിവിധ ക്ഷേമോദി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം തന്നെ ഈ വിഹിതം ലഭിക്കുന്നതാണ്. ഏകദേശം 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ വിപുലമായിട്ടുള്ള വിതരണത്തിലൂടെ ആശ്വാസം ലഭിക്കുന്നത്. നിലവിൽ പെൻഷൻ തുക 2000 രൂപയായി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ വിഹിതം 2000 രൂപ വീതമായിരിക്കും കൈമാറ്റം ചെയ്യപ്പെടുക. നവംബർ മാസം മുതലാണ് ഈ വർദ്ധിപ്പിച്ച നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. കൂടാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമോദി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള പെൻഷൻ വാങ്ങുന്നവർക്ക് സാധാരണ ലഭിക്കുന്ന തുകയോടൊപ്പം തന്നെ 1600 രൂപയുടെ അധിക ഗഡുവും ഈ ഘട്ടത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയബന്ധിതമായിട്ടുള്ള വിതരണം അത് ക്രിസ്തുമസ്, പുതുവത്സര ആഘോഷങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങായിട്ട് മാറും എന്നതിൽ സംശയമില്ല. വിതരണത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനായിട്ട് ധനവകുപ്പും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമൊക്കെ തന്നെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. പെൻഷൻ വിതരണം പ്രധാനമായും 2 രീതികളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ആദ്യത്തേത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക കൈമാറ്റം ചെയ്യുന്ന രീതിയാണ്. രണ്ടാമത്തെ രീതി കിടപ്പ് രോഗികൾ, പ്രായമായവർ, മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എന്നിവർക്കായിട്ട് തുക വീടുകളിൽ നേരിട്ട് കൈകളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള DBT വിതരണത്തിനാണ് തുടക്കമാവുക. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വിവിധ ബാങ്കുകളിലേക്ക് തുക എത്തിച്ചേരുന്നതിൽ മണിക്കൂറുകളുടെ വ്യത്യാസം അനുഭവപ്പെടാമെങ്കിലും പരമാവധി ഒരേ ദിവസം തന്നെ എല്ലാവർക്കും തുക ലഭിക്കുന്ന രീതിയിലായിരിക്കും നടപടികൾ പൂർത്തിയാക്കുക. എന്നാൽ വീടുകളിൽ നേരിട്ടുള്ള വിതരണത്തിനായിട്ട് സഹകരണ സംഘങ്ങളിലേക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക സഹകരണ സംഘങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടുന്ന് ലിസ്റ്റ് അനുസരിച്ച് ജീവനക്കാർ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തിയായിരിക്കും ഈ തുക കൈമാറുന്നത്. അപ്പോൾ ഈ സംവിധാനത്തിലേക്ക് നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ മാറാൻ സാധിക്കും. അതിനായി ബന്ധപ്പെട്ട അപേക്ഷ അത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലൊക്കെ നൽകിയാൽ മാത്രം മതിയാകും. എന്നാൽ എല്ലാ മേഖലകളിലേക്കും ജീവനക്കാർ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വിതരണത്തിന് ബാങ്ക് വഴിയുള്ള ആ ഒരു DBT വിതരണത്തേക്കാൾ കൂടുതൽ സമയം, അതായത് ഒരാഴ്ചയോളമൊക്കെ എടുത്തേക്കാം. പല ഗുണഭോക്താക്കൾക്കും ചിലപ്പോഴെങ്കിലും ഒരു പ്രാവശ്യത്തെ ഗഡുവെങ്കിലും മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള പരാതി അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മുടങ്ങിയ വിഹിതം അത് നിങ്ങൾക്ക് അടുത്ത മാസങ്ങളിലെ വിതരണത്തോടൊപ്പം തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എന്നാൽ പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതിൻ്റെ സ്റ്റാറ്റസ് നിലവിൽ സജീവമാണോ എന്നുള്ള കാര്യം എല്ലാ ഗുണഭോക്താക്കളും കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ ആധാർ സീഡിങ് നിലവിൽ അതായത് ആക്റ്റീവ് അല്ലാതെ മാറിയിട്ടുണ്ടെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് അത് സജീവമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിലും ഈ മുടങ്ങിക്കിടക്കുന്ന വിഹിതവുമൊക്കെ തന്നെ ചേർത്ത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുള്ളൂ. ഈ വിതരണം ഡിസംബർ മാസം 15 നാളെ ആരംഭിച്ച് ക്രിസ്മസ് ദിനത്തിന്, അതായത് ഡിസംബർ 25 മുൻപ് തന്നെ, അതായത് പരമാവധി 24 തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ധനവകുപ്പ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമുള്ള ധനസഹായം ഈ സമയപരിധിക്കുള്ളിൽ തന്നെ എത്തിച്ചേർന്നിരിക്കും. വിതരണത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ തീർച്ചയായിട്ടും അറിയുന്നതിനായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങൾ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. തുക ബാങ്കിലേക്ക് കൈമാറി എന്ന സ്റ്റാറ്റസ് അവിടെ കാണിക്കുകയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്നതായിരിക്കും എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. പെൻഷൻ ID അല്ലെങ്കിൽ ആധാർ നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഈ പ്രധാന വിവരങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.